കടക്കുന്നു. ഇന്നത്തെ PAP അധ്യക്ഷനായിട്ട് ഡെഫിൻ ഡേവിസിനെ സ്നേഹത്തോടെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രൈസ് ലോർഡ്. ദൈവനാമത്തോട് മാറാകട്ടെ. ഇന്നത്തെ സഭാ യോഗാനന്തര ശേഷം ഇന്നത്തെ സഭാ PAP മീറ്റിങ്ങിൽ അധ്യക്ഷനായ അടിയനെ ക്ഷണിച്ച PAP സെക്രട്ടറിയോട് ഈ ധരണയിൽ നന്ദി അറിയിക്കുന്നു. നമുക്ക് പ്രാർത്ഥിച്ച് PAP മീറ്റിംഗ് ആരംഭിക്കാം. അതിനായി റോയ് ബ്രദറിനെ ക്ഷണിക്കുന്നു. വിശുദ്ധ സഭായോഗാനന്തരം കർത്താവെ, PAP മീറ്റിംഗായി കൂടി വരുവാൻ സ്രോത ദൈവം സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം. ഇന്ന് കർത്താവ് PAPയുടെ മീറ്റിങ്ങിൽ കർത്താവെ പങ്കെടുക്കുന്ന ഓരോ മക്കളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ കർത്താവെ അവർ ചെയ്യുന്ന വിഷയങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്തെടുപ്പാൻ അവരെ സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുന്നതിനായി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന ചെയ്യാൻ കേട്ടവയ്ക്കായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആരംഭമായി നമുക്ക് പാട്ട് കേൾക്കാം. അതിനായി ക്രിസ് സാബുവിനെ ക്ഷണിക്കുന്നു. അങ്ങേ പോരും ദൈവമേ അരുളിറാകെ, അങ്ങേ നല്ലാതെ വേറെയില്ലെൻ്റാശ്രയം, അങ്ങു മാത്രം ചാരും പ്രാണപ്രിയണേ, അങ്ങു മാത്രമാ എൻ്റെ നിൻ്റെ സർവസ്വം. ആരാധന അങ്ങേക്ക് ആരാധന, എൻ്റെ യേശുവേ അങ്ങേക്ക് ആരാധന. ആരാധന അങ്ങേക്ക് ആരാധന, എൻ്റെ യേശുവേ അങ്ങേക്ക് ആരാധന. എൻ്റെ മുറ്റുവായി ഞാൻ സമർപ്പിക്കുന്നേ, നിൻ വചനത്താൽ എന്നെ കരുണമേ. എൻ്റെ ഇതുപോൽ എന്നെ നടത്തണമേ, ശുദ്ധനാഭിനെ വിടക്കണമേ. ആരാധന അങ്ങേക്ക് ആരാധന, എൻ്റെ യേശുവേ അങ്ങേക്ക് ആരാധന. ആരാധന അങ്ങേക്ക് ആരാധന, എൻ്റെ യേശുവേ അങ്ങേക്ക് ആരാധന. വളരെ മനോഹരമായി പാടിയ കുഞ്ഞിനെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇനി പാടുവാൻ ദൈവം ബലപ്പെടുത്തട്ടെ. അടുത്തതായി സെക്രട്ടറി റിപ്പോർട്ട് വായന. സെക്രട്ടറി. ദൈവനാമത്തെ 17/11/2024 നടന്ന PAP റിപ്പോർട്ട്. ദൈവത്തിന് സ്തോത്രം. ബ്രദർ KL ജോഷി അധ്യക്ഷനായി തെരഞ്ഞെടുത്ത മീറ്റിങ്ങിൽ ബ്രദർ വില്യംസ് മീറ്റിങ്ങിൻ്റെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുകയും തുടർന്ന് സിഫോണിൻ്റെ മനോഹരമായ പാട്ടിന് ശേഷം സെക്രട്ടറി കഴിഞ്ഞ മീറ്റിങ്ങിൻ്റെ റിപ്പോർട്ട് അവതരിപ്പിക്കുകയും ചെയ്തു. തുടർന്ന് സംഗീത മനപ്പാഠം സാൽവറ്റ് തിമത്തി മനപ്പാഠം പറഞ്ഞ ശേഷം ആൽവിൻ ജോമാൻ ഒരു ഗാനം പാടുകയും ചെയ്തു. തുടർന്ന് കഥ എഡ്വിൻ ജോമാൻ പറഞ്ഞ ശേഷം ഒരു പഴയ ഗാനം ജോയ് ജോസഫ് ആലപിക്കുകയും ചെയ്തു. തുടർന്ന് സങ്കീർത്തന മനപ്പാഠം എഫ്രൈം പറഞ്ഞ ശേഷം പ്രസംഗം ദൈവസ്നേഹം എന്ന വിഷയത്തെപ്പറ്റി ഫിയോണ പ്രവീൺ അവതരിപ്പിക്കുകയും ചെയ്തു. തുടർന്ന് പാട്ട് ഫിയോണൻ ജുവാൻ എന്നിവർ മനോഹരമായി പാടിയതിനു ശേഷം പ്രവാചകന്മാർ ബൈബിൾ ക്വിസ് സിസ്റ്റർ ലോവിസ് അവതരിപ്പിക്കുകയും ബ്രദർ ജോമോൻ തിമത്തി 1ാം സ്ഥാനം നേടുകയും ചെയ്തു. തുടർന്ന് ആക്ഷൻ സോങ് ജുവാൻ സുജിത്ത് അവതരിപ്പിച്ച ശേഷം അനീഷ് അവതരിപ്പിച്ച സ്പെഷ്യൽ പ്രോഗ്രാമിൽ സിസ്റ്റർ അദീന 1ാം സ്ഥാനം നേടുകയും ചെയ്തു. തുടർന്ന് ഫാമിലി സോങ് ലിൽ ആൻഡ് ഫാമിലി മനോഹരമായി പാടിയതിനു ശേഷം അധ്യക്ഷൻ ആശംസാ സന്ദേശം പറയുകയും പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാവർക്കും PAPയെ പ്രോത്സാഹനം സമ്മാനം നൽകിയ ശേഷം പാസ്റ്റർ പ്രാർത്ഥിച്ച് മീറ്റിംഗ് അവസാനിപ്പിച്ചു എന്ന് PAPക്ക് വേണ്ടി സെക്രട്ടറി. പ്രൈസ് ലോർഡ്. അടുത്ത ഈ ഫാമിലി സോങ് ബ്രദർ ജോർജ് ആൻഡ് ഫാമിലി, വൈസ് പ്രസിഡൻറ്റ് ആൻഡ് ഫാമിലി.
രുചിച്ചറിഞ്ഞു. ദൈവമേ നിന്റെ സ്നേഹം എത്ര നാൾ തള്ളി നീക്കി. ദൈവമേ നിന്റെ സ്നേഹം എത്ര നാൾ തള്ളി നീക്കി. അന്നു ഞാൻ അന്യനായ അനാഥന, എന്നാൽ ഇന്നു ഞാൻ ധന്യനായി. അന്നു ഞാൻ അന്യനായ അനാഥന, എന്നാൽ ഇന്നു ഞാൻ ധന്യനായി. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. പ്രൈസ് ലോർഡ്. മനോഹരമായി പാടിയ ജോർജ് ചായം ഫാമിലിനെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇനി ലേഖന മനപ്പാടം സിസ്റ്റർ ആനി ഡേവിസ്. പ്രൈസ് ലോർഡ്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, പാസ്റ്റർ, കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഞാനിവിടെ പറയുന്നത് റോമർ 12. സഹോദരന്മാരെ, ദൈവത്തിൻ്റെ മനസ്സിൽ ഓർപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധികൾ ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പേ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പൂർണ്ണതയും പ്രസാദമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരാതെ ദൈവം അവനവന് വിശ്വാസത്തിൻ്റെ അളവ് പങ്കിട്ട് തന്നതുപോലെ സുബോധമാകുമ്പോൾ ഞാൻ എനിക്ക് ലഭിച്ച കൃപയാ നിങ്ങൾ ഓരോരുത്തരോടും പറയുന്നു. ഒരു ശരീരത്തിൽ നമുക്ക് പല അവയവങ്ങളുണ്ടല്ലോ, എല്ലാ അവയവങ്ങൾക്കും പ്രവൃത്തി ഒന്നല്ലാതാനും അതുപോലെ പലരായ നാം ക്രിസ്തുവിലൊരു ശരീരവും നമ്മൾ തമ്മിൽ അവയവങ്ങളുമാകുന്നു. ആകയാൽ നമുക്ക് ലഭിച്ച കൃപയ്ക്കൊത്തവണ്ണം വെവ്വേറെ വരമുള്ളതുകൊണ്ട് പ്രവചനമെങ്കിൽ വിശ്വാസത്തിനൊത്തവണ്ണം, ശുശ്രൂഷയെങ്കിൽ ശുശ്രൂഷയിൽ, ഉപദേശിക്കുന്നവനെങ്കിൽ ഉപദേശത്തിൽ, പ്രബോധിപ്പിക്കുന്നവനെങ്കിൽ പ്രബോധനത്തിൽ, ദാനം ചെയ്യുന്നവൻ ഏകാഗ്രതയോടെ, ഭരിക്കുന്നവൻ ഉത്സാഹത്തോടെ, കരുണ ചെയ്യുന്നവൻ പ്രസന്നയോടെയാകട്ടെ. സ്നേഹം നിർവാച്യമായിരിക്കട്ടെ. തീതിനെ വെറുത്ത് നല്ലതിനോട് പറ്റിച്ചേർന്ന് കൊള്ളുവിൻ. സഹോദരപ്രീതിയിൽ തമ്മിസായി കൊണ്ട് ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നിട്ട് കൊള്ളുവിൻ. ഉപദേശത്തിൽ ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിലേരുള്ളവരായി കർത്താവിനെ സേവിപ്പിൻ. കഷ്ടതയിൽ സഹിഷ്ണുത കാണിപ്പിൻ. പ്രാർത്ഥനയിൽ ഉറ്റിയിരിപ്പിൻ. വിശുദ്ധന്മാരുടെ ആവശ്യങ്ങളിൽ കൂട്ടായ്മ കാണിക്കുകയും അതിഥി സൽക്കാരം ആചരിക്കുകയും ചെയ്യുവിൻ. നിങ്ങൾ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിപ്പിൻ, ശപിക്കാതെ അനുഗ്രഹിപ്പിൻ. സന്തോഷിക്കുന്നവരോട് സന്തോഷിക്കുകയും കരയുന്നവരോടുകൂടെ കരയുകയും ചെയ്യുവിൻ. തമ്മിൽ ഐക്യമത്യമുള്ളവരായി വലുപ്പം ഭാവിക്കാതെ എളിയവരോട് ചേർന്ന് കൊള്ളുവിൻ. നിങ്ങളെ തന്നെ ബുദ്ധിമാന്മാരെന്ന് വിചാരിക്കരുത്. ആർക്കും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ സകലരുടെ മുമ്പിൽ യോഗ്യമായത് മുൻകരുതി കഴിയുമെങ്കിൽ നിങ്ങളാലാവോളം സകല മനുഷ്യരോടും സമാധാനമായിരിപ്പിൻ. പ്രിയമുള്ളവരെ, നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യാതെ ദൈവകോപത്തിന് ഇടം കൊടുപ്പിൻ. പ്രതികാരം എനിക്കുള്ളത്, ഞാൻ പകരം ചെയ്യും എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. എന്നാൽ നിൻ്റെ ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ തിന്മാൻ കൊടുക്കുക, ദാഹിക്കുന്നുവെങ്കിൽ കുടിപ്പാൻ കൊടുക്കുക. അങ്ങനെ ചെയ്താൽ നീ അവൻ്റെ തലമേൽ തീക്കനൽ കുന്നിക്കുമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുക. താങ്ക് യു ഓൾ. ഗോഡ് ബ്ലസ് യു. ലേഖന മനപ്പാടം പറഞ്ഞ പ്രിയ മാതാവിനെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇനിയും പഠിക്കുവാൻ കൃപ നൽകുമാറാകട്ടെ. അടുത്തതായി പാട്ട് അബ്രഹാം മെർവിൻ. ഇത്തമേ ഇത്ത
കുയിനാൻ ശൂരൂര നന്നയും കുയിനാൻ. വളരെ മനോഹരമായ പാടിയ കുഞ്ഞിനെ ദൈവം അനുഗ്രഹിക്കട്ടെ. കുഞ്ഞിനെ ദൈവം പാർശ്വവാക ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നതായിരിക്കും. ഇനിയും പാടുവാൻ ദൈവം കൃപ നൽകുമാറാകട്ടെ. അടുത്തതായി സ്പെഷ്യൽ പ്രോഗ്രാം സിസ്റ്റർ സൗമ്യ ജോമൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ പാസ്റ്റർ, ശേഷം കൂടിയിരിക്കുന്ന എല്ലാ PAP മെമ്പേഴ്സിനും എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഞാനിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്, ഇത്ര നേരം പാട്ട് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ, നമുക്ക് ഒരുമിച്ച് പാട്ട് പാടാം. ഞാൻ പാട്ടിൻ്റെ ചാൻസ് പാടും, സ്റ്റാർട്ടിങ് നിങ്ങൾ പാടണം. പൊതുവായിട്ടാണ് ചോദിക്കുന്നത്. ഞാൻ പാടി കഴിയുന്നത് വരെ വെയിറ്റ് ചെയ്യണം. അതുപോലെ കൈ ഉയർത്തി ആൻസർ പറയുകയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. എല്ലാവരും കൂടെ ഒന്നിച്ച് ആൻസർ പറഞ്ഞാൽ നമുക്ക് കേൾക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. കൊടും പാപിയായിരുന്നെന്നെ വൻചേറ്റിൽ മെർഫേച്ചി ആദ്യം പറഞ്ഞു. ആരാധിച്ചാൽ വിടുതലുണ്ട്, ആശ്രയിച്ചാൽ അവൻ കരുതലുണ്ട്, വിളിച്ചാൽ പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ അതാണ് എൻ്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യനോട്. ജീവിതഭാര ചുമടുകളാലെ അവൻ ചുമന്നെന്നെ പുലർത്തിയിടുന്നു. പാട് പാട് പറഞ്ഞ ആണിക. രണ്ട് പോയിന്റ് മാറ്റി ഷെറിൻ ഒന്നാം സ്ഥാനം നേടി. താങ്ക് യു. ചെറിയൊരു സമ്മാനം കൈയോടെ തരും. അനുഗ്രഹിക്കപ്പെട്ട സ്പെഷ്യൽ പ്രോഗ്രാം നടത്തിയ സിസ്റ്റർ സൗമ്യ ജോമനെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇനിയും ഇതുപോലെയുള്ള പ്രോഗ്രാമുകൾ നടത്തുവാൻ സിസ്റ്ററെ അനുഗ്രഹിക്കട്ടെ. സമ്മാനം നേടിയ ഷെറിനും ദൈവം അനുഗ്രഹിക്കട്ടെ. അടുത്തതായി പുസ്തകക്രമം എഫ്രൈം. പ്രൈസ് ദി ലോർഡ്. പഴയ നിയമ പുസ്തകക്രമം: ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം, യോശുവ, ന്യായാധിപന്മാർ, രൂത്ത്, 1 ശമൂവേൽ, 2 ശമൂവേൽ, 1 രാജാക്കന്മാർ, 2 രാജാക്കന്മാർ, 1 ദിനവൃത്താന്തം, 2 ദിനവൃത്താന്തം, എസ്രാ, നെഹമ്യാവ്, എസ്തർ, ഇയ്യോബ്, സങ്കീർത്തനങ്ങൾ, സദൃശവാക്യങ്ങൾ, സഭാപ്രസംഗി, ഉത്തമഗീതം, യെശയ്യാവ്, യെരമ്യാവ്, വിലാപങ്ങൾ, യെഹെസ്കേൽ, ദാനിയേൽ, ഹോശേയ, യോവേൽ, ആമോസ്, ഒബദ്യാവ്, യോന, മീക, നാഹൂം, ഹബക്കൂക്ക്, സഫന്യാവ്, ഹഗായി, സെക്കരിയാവ്, മലാക്കി. പുതിയ നിയമ പുസ്തകക്രമം: മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, അപ്പോസ്തലപ്രവൃത്തികൾ, റോമർ, 1 കൊരിന്ത്യർ, 2 കൊരിന്ത്യർ, ഗലാത്യർ, എഫേസ്യർ, ഫിലിപ്പിയർ, കൊലോസ്യർ, 1 തെസ്സലോനിക്കർ, 2 തെസ്സലോനിക്കർ, 1 തിമോഥെയോസ്, 2 തിമോഥെയോസ്, തീത്തോസ്, ഫിലമോൻ, എബ്രായർ, യാക്കോബ്, 1 പത്രോസ്, 2 പത്രോസ്, 1 യോഹന്നാൻ, 2 യോഹന്നാൻ, 3 യോഹന്നാൻ, യൂദാ, വെളിപ്പാട്. വളരെ മനോഹരമായി പുസ്തകക്രമം പറഞ്ഞ എഫ്രൈമിനെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇനിയും ദൈവം താലന്തുകൾ നൽകി നടത്തുമാറാകട്ടെ. അടുത്തതായി ഉപകരണ സംഗീതം കീബോർഡ് ജെനീറ്റ ഗ്രേസ് ബാബു.
വായിച്ച ജെനീറ്റ ഗ്രേസ് ബാബിനെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇനിയും വായിക്കുവാൻ ദൈവം ബലപ്പെടുത്തട്ടെ. അടുത്തതായി ഇന്നത്തെ ചിന്താവിഷയം സിസ്റ്റർ മെർഫി ജോയ്സ്. കൂടി വന്നിരിക്കുന്ന ഏവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ എൻ്റെ ചിന്താവിഷയം മനോഭാവം എന്നുള്ളതാണ്. മനോഭാവം അഥവാ ആറ്റിറ്റ്യൂഡ്. എന്താണ് മനോഭാവം? നമ്മളെ ഒരു വ്യക്തിയോടോ അല്ലെങ്കിൽ ഒരു സാഹചര്യത്തോടോ ഒരു സംഭവത്തോടോ നമുക്കുള്ള നമ്മുടെ തിങ്കിങ്, നമ്മുടെ ചിന്ത, അല്ലെങ്കിൽ നമ്മുടെ ഒപ്പീനിയൻ, നമ്മുടെ അഭിപ്രായം, അല്ലെങ്കിൽ നമ്മുടെ ഫീലിംഗ്, അതൊക്കെയാണ് മനോഭാവം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്നത്തെ തലമുറയിൽ ഒരുപക്ഷെ മനോഭാവം എന്ന് പറഞ്ഞാൽ മനസ്സിലാകണമെന്നില്ല. ഇന്നത്തെ തലമുറ മനോഭാവത്തിനിട്ടിരിക്കുന്ന പുതിയൊരു പദമുണ്ട്. അത് നിങ്ങൾക്കറിയാം എന്താണ്? പൊതുവായി ഇപ്പോഴത്തെ തലമുറ പറയുന്നതിനെ വൈബ് എന്നാണ്. അവർ പലതിനെയും പോസിറ്റീവ് വൈബ്, നെഗറ്റീവ് വൈബ് എന്നൊക്കെ പറയുന്നതായിട്ട് കാണാം. പലർക്കും പോസിറ്റീവ് വൈബുള്ളവരുടെ കൂടെ ഇരിക്കാൻ വളരെ സന്തോഷമാണ്. നെഗറ്റീവ് വൈബുള്ളവരുടെ കൂടെ നടക്കുന്നതും സംസാരിക്കുന്നതൊന്നും പലർക്കും ഇഷ്ടമല്ല. എന്നാൽ വൈബ് എന്നുള്ളതിനും ആറ്റിറ്റ്യൂഡ് എന്നുള്ളതിനും വ്യത്യാസമുണ്ട്. ഈ വൈബ് എന്നുള്ളത് ഒരു ചെറിയ നേരത്തേക്ക് മാത്രമുള്ള, ഒരു ഷോർട്ട് പീരീഡിലേക്ക് മാത്രമുള്ള ഒരു അനുഭവമാണ്. എന്നാൽ മനോഭാവം എന്ന് പറഞ്ഞാൽ അത് ഒരു ലോങ് പീരീഡിലേക്കുള്ളതാണ്. നമ്മുടെ ജീവിതകാലം മുഴുവൻ നമ്മെ നയിക്കുന്ന നമ്മുടെ ജീവിതത്തെ വിജയത്തിലേക്കാണോ പരാജയത്തിലേക്കാണോ നാം പോകുന്നതെന്ന് നമ്മുടെ മനോഭാവത്തിൽ നിന്ന് കൂടി നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ബൈബിളിൽ നാം നോക്കിയാൽ മനോഭാവം എന്ന വാക്ക് വരുന്ന ഒരു വാക്യം നമുക്ക് കാണുവാൻ കഴിഞ്ഞില്ലെങ്കിലും അതിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏറ്റവും അടുത്ത് നിൽക്കുന്ന, എന്നാൽ ബൈബിളിൽ തന്നെ ഏറ്റവും പ്രസിദ്ധമായ ഒരു വാക്യമാണ് ഫിലിപ്പിയർ 2:5. ക്രിസ്തു യേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ ഓരോരുത്തരുടെയും മനോഭാവം എന്തായിരിക്കണം? യേശു ക്രിസ്തുവിൻ്റെ മനോഭാവമുള്ളവരായിരിക്കണം നാം ഓരോരുത്തരും. നമുക്കറിയാം, നമ്മുടെ ക്രിസ്തുവിൻ്റെ മനോഭാവം അങ്ങനെ തന്നെ പകർത്തുക എന്ന് പറഞ്ഞാൽ മനുഷ്യന് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ദൈവം സ്നേഹം തന്നെ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിലടങ്ങിയിരിക്കുന്ന ഭാവം നമ്മുടെ ഓരോരുത്തരുടെയും മനോഭാവം സ്നേഹമായിരിക്കണം എന്നുള്ളതാണ്. എന്നാൽ അത് യേശുവിൽ അടങ്ങിയിരിക്കുന്ന ഒരു സംഭവമാണ്. എന്നാൽ വ്യക്തികളോടുള്ള ബന്ധത്തിൽ, സാഹചര്യത്തോടുള്ള ബന്ധത്തിൽ യേശു ക്രിസ്തുവിൻ്റെ 2 പ്രത്യേക മനോഭാവങ്ങൾ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, താഴ്മയുടെ മനോഭാവം. നമുക്കറിയാം, ഫിലിപ്പിയർ 2:2 വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാം, അവൻ തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നവനാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മനോഭാവം എങ്ങനെയാണ്? താഴ്മയുടെ മനോഭാവം നമുക്കുള്ളവരാണോ നാം ഓരോരുത്തരും? നമ്മുടെ ജീവിതത്തിൽ താഴ്മയുടെ മനോഭാവം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ ഉയരുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഒരു ഫ്രേസ് ഇങ്ങനെയുണ്ട്, ആറ്റിറ്റ്യൂഡ് ഡിറ്റർമിൻസ് യുവർ ആൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനോഭാവമാണ് നമ്മുടെ ഉന്നതി തീരുമാനിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ താഴ്മയുടെ മനോഭാവമുണ്ടോ എങ്കിൽ നമുക്ക് ഉയരുവാനായിട്ട് സാധിക്കും. ലോകം നോക്കുമ്പോൾ ഉയരുവാൻ സാധ്യതയില്ല എന്ന് കണ്ടാലും ദൈവത്തിൻ്റെ വചനം പറയുന്നു, തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. അടുത്ത നമുക്ക് യേശുക്രിസ്തുവിൽ കാണുന്ന ഏറ്റവും വലിയൊരു മനോഭാവം എന്നുള്ളത് ത്യാഗ മനോഭാവമാണ്. യേശുക്രിസ്തുവിൻ്റെ ത്യാഗ മനോഭാവം ഏറ്റെടുത്ത ഒരു മഹത് വ്യക്തിയാണ് നമ്മുടെ രാഷ്ട്രപതിയായ മഹാത്മാഗാന്ധി. തന്നെക്കുറിച്ച് നാം വിദ്യാലയത്തിൽ പോയത്തിൽ ഇങ്ങനെ പഠിച്ചിരിക്കും, യേശുക്രിസ്തുവിൻ്റെ ത്യാഗ മനോഭാവം താൻ ഏറ്റെടുക്കുകയും അത് വള്ളത്തോളിൻ്റെ കവിതയായ എൻ്റെ ഗുരുനാഥൻ എന്ന ആ പദ്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. താൻ ചെയ്ത പ്രവർത്തികൾ, യേശുക്രിസ്തുവിൻ്റെ മനോഭാവം ഉൾക്കൊണ്ട് താൻ ചെയ്ത പ്രവർത്തികൾ മറ്റുള്ളവർക്ക് എത്രയോ നല്ലതായി എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നാം ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം, നമുക്ക് ചിന്തിക്കാനും പറയാനും അഭിപ്രായം പറയാനും എല്ലാമുള്ള ഇന്ത്യയിൽ ലഭിക്കുന്ന സ്വാതന്ത്ര്യം മഹാത്മാഗാന്ധി നേടിയെടുത്തത് ക്രിസ്തുവിൻ്റെ ത്യാഗ മനോഭാവം തന്നിൽ ഉൾക്കൊണ്ടുകൊണ്ടാണ്. എന്നാൽ ദൈവമക്കളെന്ന് അഭിമാനിക്കുന്ന നമ്മിൽ ഈ ത്യാഗ മനോഭാവം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ ത്യാഗ മനോഭാവമുള്ളവരായിട്ട് നമുക്ക് ജീവിക്കുവാൻ കഴിയണം. താഴ്മയുടെ മനോഭാവവും ത്യാഗത്തിൻ്റെ മനോഭാവവും നമ്മളിലുണ്ടെങ്കിൽ നാം ജീവിതത്തിൽ വിജയിക്കുവാനായിട്ട് ഇടയായിത്തീരും.
മറ്റുള്ളവർ നമ്മൾ നോക്കുമ്പോൾ താഴ്മയും ത്യാഗവും എല്ലാം ഒരു വേസ്റ്റായി തോന്നുമെങ്കിലും നമ്മുടെ തുടർന്നുള്ള ജീവിതത്തിൽ അത് വലിയ ഒരു വിജയത്തിലേക്ക് നമ്മെ നയിക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. നമുക്കറിയാം, നമുക്ക് മറ്റുള്ളവരെ നേടണമെങ്കിൽ യേശു ക്രിസ്തു എങ്ങനെ മറ്റുള്ളവരെ നേടി? തൻ്റെ ഈ മനോഭാവം വെച്ചുകൊണ്ടാണ്. നമുക്കറിയാം, മറ്റുള്ളവരെ നാം നേടണമെങ്കിൽ നമുക്ക് വേണ്ട മനോഭാവം അവെയർ ഓഫ് അവർ ലിമിറ്റേഷൻസ് ആൻഡ് ബി ഹംബിൾ ഇൻ വാട്ട് വി ഹാവ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തെല്ലാം പരിമിതികളുണ്ട് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ബോധ്യം നമ്മളിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. മാത്രമല്ല, നമുക്ക് എന്തെല്ലാം ഉണ്ടെങ്കിലും അതിൽ താഴ്മയോടിരിക്കുവാനായിട്ട് സാധിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരെ നേടുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ദൈവമക്കൾ എങ്ങനെയായിരിക്കണം, ദൈവമക്കളുടെ മനോഭാവം എങ്ങനെയായിരിക്കണമെന്ന് പൗലോസ് അപ്പോസ്തലൻ 1 തെസ്സലോനിക്കർ 5:12 മുതൽ 18 വരെയുള്ള വാക്യത്തിൽ പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവിടെ നമ്മുടെ ഓരോ പ്രവൃത്തികളിലും നമ്മുടെ മനോഭാവം എങ്ങനെയായിരിക്കണമെന്ന് വിശദീകരിക്കുന്നു. അതിൻ്റെ അവസാനം പറയുന്നു, ഇതാണ് ക്രിസ്തു യേശുവിൽ നിങ്ങളെക്കുറിച്ചുള്ള ദൈവേഷ്ടം. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ യേശു ക്രിസ്തുവിൻ്റെ മനോഭാവം ഉൾക്കൊണ്ട് ദൈവവചനം നമ്മെക്കുറിച്ച് എന്താഗ്രഹിക്കുന്നു, നമ്മുടെ മനോഭാവം എങ്ങനെ ആയിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നു എന്ന് മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ മനോഭാവമുള്ളവരായി മുന്നേറി ദൈവ ഇഷ്ടം നിവർത്തിക്കുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് ആശംസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. താങ്ക് യു. വളരെ മനോഹരമായ മനോഭാവത്തിനെ കുറിച്ച് പറഞ്ഞ സിസ്റ്റർ മെർഫി ജോയ്സിനെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇനിയും ഇതുപോലെ അനുഗ്രഹിക്കപ്പെട്ട വിഷയങ്ങൾ പറയുവാൻ ദൈവം സിസ്റ്ററെ അനുഗ്രഹിക്കട്ടെ. അടുത്തതായി ആക്ഷൻ സോങ് എലൈസ ആൻഡ് മരിയ ക്ഷണിക്കുന്നു. If you're happy and you know, stab your feet. If you're happy and you know, and you really want to show. If you're happy and you know, stab your feet. If you're happy and you know, say hello, hello. If you're happy and you know, say hello, hello. If you're happy and you know, and you really want to show. If you're happy and you know, say hello, hello. If you're happy and you know, say amen, amen. If you're happy and you know, say amen, amen. If you're happy and you know, and you really want to show. If you're happy and you know, say hello, hello. Amen. വളരെ അനുഗ്രഹമായി ആക്ഷൻ സോങ് ചെയ്ത കുഞ്ഞുങ്ങളെ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനിയും ദൈവം കൊടുത്ത താലന്തുകൾ ഉപയോഗിക്കുവാൻ ദൈവം ബലപ്പെടുത്തുമാറാകട്ടെ. അടുത്തതായി പുതിയ ഗാനം ബ്രദർ ജിനുമോൻ ക്ഷണിക്കുന്നു. സഭാധ്യക്ഷൻ ശേഷം കൂടി വന്ന എല്ലാവർക്കും ദൈവനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഞാൻ എഴുതിയ പാട്ടാണ്. എൻ പ്രിയ യേശു രക്ഷകനേ എന്നു കാണും എൻ പ്രിയൻ മുഖം. എൻ പ്രിയനേശു രക്ഷകനേ എന്നു കാണും എൻ പ്രിയൻ മുഖം. എൻ പ്രിയനേശു രക്ഷകനേ എന്നു കാണും എൻ പ്രിയൻ മുഖം. പാരീതിൽ യാത്രയിൽ കൂടെയെന്നും നാഥനുണ്ട് എൻ്റെ ചാരയുണ്ട്. പാരീതിൽ യാത്രയിൽ കൂടെയെന്നും നാഥനുണ്ട് എൻ്റെ ചാരയുണ്ട്. ഭാരം പ്രയാസ
ഓടിയെത്തും. ഭാരം പ്രയാസങ്ങളേറിടുമ്പോ നാഥനിൻ പേർക്കായി ഓടിയെത്തും. എൻ പ്രിയ യേശു രക്ഷകനെ എന്നു കാണും എൻ പ്രിയൻ മുഖം. എൻ പ്രിയ യേശു രക്ഷകനെ എന്നു കാണും എൻ പ്രിയൻ മുഖം. പോർക്കളത്തിൽ ഞാനോടിടുമ്പോ ആത്മബലം തന്നു ഉദ്ധരിപ്പാൻ. പോർക്കളത്തിൽ ഞാനോടിടുമ്പോ ആത്മബലം തന്നു ഉദ്ധരിപ്പാൻ. കൃപയാൽ എന്നെ നിറയ്ക്കണമേ, നിൻ ശക്തിയാൽ പുതുക്കണേ. കൃപയാൽ എന്നെ നിറയ്ക്കണമേ, നിൻ ശക്തിയാൽ എന്നെ പുതുക്കണേ. എൻ പ്രിയ യേശു രക്ഷകനെ എന്നു കാണും എൻ പ്രിയൻ മുഖം. എൻ പ്രിയ യേശു രക്ഷകനെ എന്നു കാണും എൻ പ്രിയൻ മുഖം. സത്യവചനങ്ങൾ ഘോഷിച്ചിടാൻ നിത്യമായൊന്നിച്ചു വാണിടുവാൻ. സത്യവചനങ്ങൾ ഘോഷിച്ചിടാൻ നിത്യമായൊന്നിച്ചു വാണിടുവാൻ. കൽപ്പിതമായൊരു ഭാവനയിൽ കണ്ടിടുമേ ഞാനാ സ്വർഗദേശം. കണ്ടിടുമേ ഞാനാ സ്വർഗദേശം. എൻ പ്രിയ യേശു രക്ഷകനെ എന്നു കാണും എൻ പ്രിയൻ മുഖം. എൻ പ്രിയ യേശു രക്ഷകനെ എന്നു കാണും എൻ പ്രിയൻ മുഖം. താതനുമായുള്ള വാസമോർത്താൻ ഘോഷിച്ചിടുമേ ഞാനീയുലകേ. താതനുമായുള്ള വാസമോർത്താൻ ഘോഷിച്ചിടുമേ ഞാനീയുലകേ. പോയിടും ഞാനാ സ്വർഗദേശേ, മുത്തിടും ഞാനൻ പ്രിയൻ മുഖം. പോയിടും ഞാനാ സ്വർഗദേശേ, മുത്തിടും ഞാനൻ പ്രിയൻ മുഖം. എൻ പ്രിയ യേശു രക്ഷകനെ എന്നു കാണും എൻ പ്രിയൻ മുഖം. എൻ പ്രിയ യേശു രക്ഷകനെ എന്നു കാണും എൻ പ്രിയൻ മുഖം. എൻ പ്രിയ യേശു രക്ഷകനെ എന്നു കാണും നിൻ പ്രിയ മുഖം. വളരെ മനോഹരമായി പാടിയ ജിനുമോനെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇതുപോലെ എഴുതുവാനും ദൈവം ബലപ്പെടുത്തുമാറാകട്ടെ. ഈ ദൈവം കൊടുത്ത താലന്തുകൾ ഇനിയും ദൈവത്തിനുമായി ഉപയോഗിക്കുവാൻ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. അടുത്തത് കഥ സിസ്റ്റർ ഏഞ്ചൽ ആൻ്റണി. Praise the Lord. Greetings to all in the matchless name of Jesus Christ, the respected pastors, elders, and my dear brothers and sisters, uncles and aunts, and everyone. Today's story is about when will they come? Avar eppol ettu. ഈ സ്റ്റോറി ഇറ്റ്സ് ബേസ്ഡ് ഓൺ ലൂക്കോസ് 21:34-36. ഓൾറൈറ്റ്, വിൽ സ്റ്റാർട്ട്. തലയും മുറിവേറ്റിയ കൈയുമായി ബേബി സിറ്റിങ്ങിൽ മാതാപിതാക്കൾ എത്തിയപ്പോൾ
കുട്ടികൾ ഉറങ്ങിയിരിക്കുമായിരുന്നു അവർ കരുതി. സമയം അർദ്ധരാത്രി 1 മണി കഴിഞ്ഞു. പക്ഷേ വലിയ നിലവിളിയോടെ കണ്ണുനീരോടെ കുട്ടികൾ വരവ് അവരെ ഏറ്റു. കുട്ടികൾക്ക് ഏകദേശം 7-8 വയസ്സ് ഉണ്ടായിരുന്നു. അച്ഛൻ, കുട്ടികൾ ഇന്ന് ഇങ്ങനെ വികൃതിയായിരുന്നില്ലെന്ന് ഹോംവർക്ക് എല്ലാം ചെയ്തു കഴിഞ്ഞുവെന്ന് ഞങ്ങൾ കേട്ടുവല്ലോ. കുട്ടികൾ, അതെ, ഞങ്ങൾ യേശുപ്പച്ചനോട് പ്രാർത്ഥിച്ചു. അപ്പക്കും അമ്മയ്ക്കും സേഫായി വരണ്ടെങ്കിൽ ഞങ്ങളും നന്നായിരിക്കാമെന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു. മാതാപിതാക്കൾ രണ്ടുപേരും പരസ്പരം നോക്കി ചിരിച്ചു. അങ്ങനെയല്ലല്ലോ പ്രാർത്ഥിക്കേണ്ടത്, അമ്മ പറഞ്ഞു. കുട്ടികളെ, ഒരു പക്ഷേ യേശുപ്പച്ചന് നമ്മുടെ അപകടത്തെക്കുറിച്ച് പറയാനുണ്ട്. കുട്ടികൾ, അതെന്താണ് അമ്മ? യേശുപ്പച്ചയ്ക്ക് നമ്മെ കൊണ്ടുപോകാൻ എപ്പോൾ വേണമെങ്കിലും വരാം. അതിനാൽ നിങ്ങൾ എങ്ങനെയാ വികൃതിയില്ലാതെ കാത്തിരുന്നത് ഞങ്ങളെ? അതേപോലെ തന്നെ നമ്മളും നമ്മുടെ ജീവിതകാലം മുഴുവൻ കാത്തിരിക്കണം യേശുപ്പച്ചൻ്റെ വരവിനായി. അപ്പോൾ കുട്ടികൾ, പക്ഷെ അത് ചെയ്യാൻ ബുദ്ധിമുട്ടാണല്ലോ അപ്പ. സ്വയബലത്തെ അല്ല നമ്മൾ ആശ്രയിക്കേണ്ടത്. നമ്മൾ പരിശുദ്ധാത്മാവിൽ നിറയണം. പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടാൽ മാത്രമേ യേശുപ്പച്ചയ്ക്ക് നമ്മളെ കൂടെ കൊണ്ടുപോകാൻ കഴിയുള്ളൂ. കുട്ടികൾ, പരിശുദ്ധാത്മാവിൽ നിറയുന്നത് എങ്ങനെ? അങ്ങനെ അന്ന് മുതൽ ഈ കുട്ടികളുടെ പ്രാർത്ഥനയിൽ അളവില്ലാത്ത പരിശുദ്ധാത്മാവിനെ ചോദിക്കാൻ തുടങ്ങി. ഒരു ഇംഗ്ലീഷ് ചെറിയൊരു ട്രാൻസ്ലേഷൻ പറഞ്ഞിരുന്നെങ്കിൽ, ബേസിക്കലി ദീസ് കിഡ്സ് ദേ were waiting for their parents who went through some accident after work. So they told parents that they prayed to God for keeping their parents safe, and they kind of like bargained. They said to God, to Jesus, that if they do well and if they don't be naughty and stuff, so then they hope that God will keep them safe. But later, by the end of the story, they are made to realize the way how they waited for their parents to come. They also need to wait for Jesus in a very serious way. So നമ്മളെല്ലാവർക്കും പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ആയിരിക്കണം. പക്ഷേ ഇതിനൊക്കെ മധ്യത്തിൽ കർത്താവിൻ്റെ വരവിനും നമ്മൾ വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് ആൻഡ് സഭയുമാണ്. അപ്പോൾ ഇതിൽ കർത്താവിന് വേണ്ടി നമുക്ക് നമുക്ക് ഈഗർലി ആയിട്ട് വെയിറ്റ് ചെയ്യാമെന്ന് എൻ്റെ വാക്കുകൾ വിരാമിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ലോർഡ്. വളരെ മനോഹരമായി കഥ പറഞ്ഞ സിസ്റ്റർ ഏഞ്ചൽ ആൻ്റിനെ ദൈവം അനുഗ്രഹിക്കട്ടെ. അടുത്തതായി ആശംസ പ്രസംഗമാണ് അധ്യക്ഷൻ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ബഹുമാനപ്പെട്ട പാസ്റ്റർ, സെക്രട്ടറി, കടന്നു വന്നിരിക്കുന്ന മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ, വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. വളരെ മനോഹരമായി ഇന്നത്തെ PIP മീറ്റിംഗ് നടക്കുവാൻ ദൈവം ഇടവരുത്തി. പേര് കൊടുത്ത എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവം കൊടുത്ത താലന്തുകൾ ഇനിയും ഉപയോഗിക്കുവാൻ ദൈവം സാധിക്കട്ടെ. അതുപോലെ കേരള സ്റ്റേറ്റ് PIP താലന്ത് പരിശോധനയിൽ കടന്നുപോയ നമ്മുടെ സഭയിലുള്ള എല്ലാവർക്കും ഈ ധരണയിൽ ഓർക്കുന്നു. ഇനിയും ദൈവം കൊടുത്ത അവർക്ക് താലന്തുകൾ ദൈവത്തിനായി ഉപയോഗിക്കുവാൻ ബലപ്പെടുത്തുമാറാകട്ടെ. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ദൈവം താലന്തുകൾ നൽകിയിട്ടുണ്ട്. നമ്മൾ ഇന്ന് പേര് കൊടുക്കാത്ത ഇന്നത്തെ PIP മീറ്റിങ്ങിൽ ഇനി വരുന്ന മീറ്റിങ്ങിൽ പേര് കൊടുക്കുവാൻ ദൈവം ബലപ്പെടുത്തുമാറാകട്ടെ. എന്നെ വരമേൽപ്പിച്ച വിഷയം അധ്യക്ഷ പ്രസംഗമാണല്ലോ. അനുഗ്രഹിക്കപ്പെട്ട ആരാധനയ്ക്ക് ശേഷം വളരെ വലിയൊരു പ്രസംഗത്തിൻ്റെ ആവശ്യമില്ല എന്ന് അടിയനറിയാം. എങ്കിലും എന്നെ ഈ ദിവസങ്ങളിൽ ചിന്തിപ്പിച്ച ഒരു വചനം വായിച്ച് കർത്താവിൽ ശരണപ്പെടുന്നു. സങ്കീർത്തനം 55-ാം അധ്യായത്തിൽ 22-ാം വാക്യം. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല. എന്നെ ഈ ദിവസങ്ങളിൽ ഏറെ സന്തോഷിപ്പിച്ച വാക്യമാണ്. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ ദൈവം ഒരു നാളും സമ്മതിക്കുകയില്ല. പ്രൈസ് ലോർഡ്.
നമ്മുടെ പല ദൈവമക്കളുടെ ഭവനങ്ങളിൽ കടന്നു ചെന്നാൽ അവിടെ എഴുതി വച്ചിരിക്കുന്നത് കാണുവാൻ സാധിക്കും, നീതിമാൻ കുലുങ്ങിപ്പോവാൻ ദൈവം ഒരു നാളും സമ്മതിക്കില്ല. പ്രൈസ് ലോർഡ്. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയമുള്ളവർ, നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ, രോഗങ്ങൾ, പ്രയാസങ്ങൾ നേരിടുമ്പോൾ നമ്മൾ ചിന്തിക്കും ഇത് നമ്മളെ ഇല്ലാതെയാക്കുമെന്ന്. എന്നാൽ നിങ്ങളുടെ പക്ഷത്ത് നീതിയുണ്ടെങ്കിൽ ഏത് പ്രശ്നത്തെയും നേരിടുവാൻ കഴിയുമെന്ന് തിരുവചനം പറയുന്നു. പ്രൈസ് ലോർഡ്. നീതിമാൻ കുലുങ്ങിപ്പോവുകയില്ല എന്ന് തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. പ്രൈസ് ലോർഡ്. എന്നാൽ നീതിമാൻ, അതിൻ്റെ കാരണം നീതിമാൻ 7 പ്രാവശ്യം വീണാലും നിലംപരിചയാകിയില്ല എന്ന് സങ്കീർത്തനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ സങ്കീർത്തനം 92-ാം അധ്യായത്തിൽ 12-ാം വാക്യം പറയുന്നു, നീതിമാനെ പന പോലെ തഴയ്ക്കും. പ്രൈസ് ലോർഡ്. അതുപോലെ സങ്കീർത്തനം 5-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് നമുക്ക് കാണുവാൻ സാധിക്കും, നീതിമാനെ ദൈവം അനുഗ്രഹിക്കുകയും അവരുടെ പരിചയ കൊണ്ടെന്ന പോലെ ദയ കൊണ്ട് മറയ്ക്കുകയും ചെയ്യുമെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അവരുടെ കൊമ്പ് ബഹുമാനത്തോടെ ഉയർന്നിരിക്കുമെന്നും അവരുടെ വീടുകളിൽ ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷമുണ്ടാകുമെന്ന് തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. പ്രൈസ് ലോർഡ്. എന്നാൽ ആരാണ് നീതിമാൻ? വായിക്കാം, സദൃശവാക്യം 20-ാം അധ്യായത്തിൽ 7-ാം വാക്യം, പരമാർത്ഥയിൽ നടക്കുന്നവൻ നീതിമാൻ. പ്രൈസ് ലോർഡ്. നമ്മുടെ ബൈബിളിൽ അനേക നീതിമാന്മാരെ നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മുടെ പഴയ നിയമത്തിൽ വരുവാണെങ്കിൽ നീതിമാനായ നോഹയെ നമുക്ക് കാണുവാൻ സാധിക്കും. തൻ്റെ തലമുറയിൽ നീതിമാനായ നീതിപ്രസംഗിയായ നോഹ ദൈവം ഒരു നാളും കുലുങ്ങിപ്പോവാൻ ദൈവം സമ്മതിച്ചില്ല എന്ന് ഉൽപ്പത്തി പുസ്തകം 6:9 നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ നീതിമാനായ അബ്രാമിനെ ദൈവം ഒരു നാളും കുലുങ്ങിപ്പോകുവാൻ ദൈവം ഇടവരുത്തിയില്ല. ദൈവം അബ്രാമിനെ ഐശ്വര്യമായി അനുഗ്രഹിച്ചത് ഉൽപ്പത്തി പുസ്തകത്തിൽ 9-ാം അധ്യായത്തിൽ കാണുവാൻ സാധിക്കും. പ്രൈസ് ലോർഡ്. അതുപോലെ മറ്റൊരു നീതിമാനായ ഒരു വ്യക്തിയായിരുന്നു യോസേപ്പ്. യോസേപ്പിനെ തൻ്റെ എല്ലാവരും ഒറ്റപ്പെടുത്തിയപ്പോഴും, തൻ്റെ സഹോദരന്മാർ എല്ലാവരും ഒറ്റപ്പെടുത്തിയപ്പോഴും ദൈവം അവനെ ഉയർത്തി മന്ത്രിപദത്തിലേക്ക് ഉയർത്തിയത് നമുക്ക് കാണുവാൻ സാധിക്കും. യോബ് പുസ്തകത്തിൽ ഉൽപ്പത്തിയിൽ 37-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ നീതിമാനായ മറ്റൊരു വ്യക്തിയായിരുന്നു ഇയ്യോബ്. തൻ്റെ തലമുറയിൽ, തൻ്റെ ജീവിതത്തിൽ, തൻ്റെ കഷ്ടതയിൽ തന്നെ ഉയർത്തി ഇരട്ടിയായി അനുഗ്രഹിച്ചത് ദൈവം മാനിച്ചത് നമുക്ക് കാണുവാൻ സാധിക്കും. ഇനി പുതിയ നിയമത്തിലേക്ക് വരികയാണെങ്കിലും അവിടെയും നീതിമാനായ പൗലോസിനെ നമുക്ക് കാണുവാൻ സാധിക്കും. തൻ്റെ ജീവിതത്തിൽ താൻ മരിച്ചുപോയെന്ന തക്ക നിലയിലും തൻ്റെ ജീവിതത്തിൽ നിരവധി പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ നേരിട്ടപ്പോഴും ദൈവം ഒരു നാളും കുലുങ്ങിപ്പോവാൻ സമ്മതിച്ചില്ല. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ നേരിടുമ്പോൾ നിങ്ങൾ ഭാരപ്പെടേണ്ട. നിങ്ങളുടെ പക്ഷത്ത് നീതിയുണ്ടെങ്കിൽ ദൈവം കുലുങ്ങിപ്പോവാൻ ഒരു നാളും സമ്മതിക്കുകയില്ല. പ്രൈസ് ലോർഡ്. പ്രിയമുള്ളവരെ, നിങ്ങൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നീതിയോടെ ജീവിച്ച് ദൈവിക അനുഗ്രഹം പ്രാപിക്കുവാൻ ദൈവം എല്ലാവരെയും ബലപ്പെടുത്തട്ടെ. ഈ വചനങ്ങളാൽ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ലോർഡ്. ഒരിക്കൽ കൂടി ഇന്നത്തെ PAP മീറ്റിങ്ങിൽ ക്ഷണിച്ച സെക്രട്ടറിയോടും PAPയുടെ നേതൃത്വം വഹിക്കുന്ന ഭാരവാഹികളോടും നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ. ദൈവമഹത്വം പറയട്ടെ. ഇന്ന് അധ്യക്ഷനായി വന്ന ബ്രദർ ഡെഫിനോടുള്ള നന്ദിയെ PAPയുടെ നന്ദി അറിയിക്കുന്നു. ഇന്ന് പങ്കെടുത്ത എല്ലാവർക്കും PAPയുടെ പ്രോത്സാഹന സമ്മാനം നൽകി ഒരുക്കിയിട്ടുണ്ട്. എല്ലാവരും വന്ന് മേടിക്കേണ്ടതാണ്. ഫാമിലി സോങ് പാടിയ ജോർജാട്ടാൻ അവർക്ക് വേണ്ടിയിട്ട് വന്ന് സമ്മാനം മേടിക്കാം. പ്രോഗ്രാമിലും അടുത്ത കുഞ്ഞുങ്ങൾ, പിന്നെ സൗമ്യ, ഏഞ്ചൽ ആൻ്റണി, അതേ നാമത്തോട് പറഞ്ഞാട്ടെ. 1 മിനിറ്റ് ഞാൻ എടുക്കുകയാണ്. നമ്മുടെ സെക്രട്ടറി ഓർപ്പിച്ച പോലെ അടുത്ത ഞായറാഴ്ച നമ്മുടെ PAPയുടെ കെയർ കുറയിൽ ഒരു സുശേഷ മാരി എന്ന പേരിൽ ഒരു കൺവെൻഷൻ നടത്താൻ ആഗ്രഹിക്കുന്നു.
എല്ലാ ദൈവമക്കളെയും പ്രാർത്ഥനയും സഹകരണവും അതിൽ അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ കാലാവസ്ഥയുടെ പ്രയാസങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം. എപ്പോഴാണ് മഴ പെയ്യുന്നതെന്ന് അറിയാത്തൊരവസ്ഥയാണ്. ഈ മാസങ്ങളിൽ കാലാവസ്ഥ അനുകൂലമാകാനും വരുന്ന ദൈവദാസൻ ശക്തിയോടെ ദൈവജന ശുശ്രൂഷിക്കേണ്ടതിനും എല്ലാ ദൈവമക്കളും പ്രാർത്ഥനയും സഹകരണവും അഭ്യർത്ഥിക്കുന്നു. അതുപോലെ തന്നെ 23-ാം തീയതി നമ്മളൊരു വൺ ഡേ സുവിശേഷ ദിനയാത്ര നടത്തുകയാണ്. ക്രിസ്മസ് സന്ദേശ ദിനയാത്ര. വചനം സംസാരിക്കുന്നത് നമ്മുടെ പാസ്റ്ററാണ്. നമ്മൾ 4 മണി കൂടി നമ്മുടെ സഭയിൽ നിന്ന് പുറപ്പെട്ട് നെല്ലിക്കുന്ന്, അഞ്ചേരിച്ചിറ, കുട്ടനെല്ലൂർ, എരവിമംഗലം, പുത്തൂർ, വലക്കാവ്, മൂർക്കിനിക്കര, പൂച്ചെട്ടി, നടത്തറ എന്നീ ജംഗ്ഷനുകളിൽ നിർത്തി സംഗീതവും വചനം ശുശ്രൂഷയും നടത്താൻ ആഗ്രഹിക്കുന്നു. തടസ്സം കൂടാതെ എല്ലാ പ്രോഗ്രാമുകളും നന്നായി ചെയ്യേണ്ടതിന് എല്ലാവരെയും പ്രാർത്ഥന അഭ്യർത്ഥിക്കുന്നു. കഴിവുള്ള എല്ലാ ദൈവമക്കളും അന്നേ ദിവസം വന്നു കഴിഞ്ഞാൽ നമുക്കൊരുമിച്ച് യാത്ര അതിമനോഹരമായി ചെയ്യുവാൻ കഴിയും. എല്ലാവരുടെയും പ്രാർത്ഥനയും സഹകരണയും ഒരിക്കൽ കൂടെ അഭ്യർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് ആസ്വാദനം പറയാൻ പാസ്റ്റർ ക്ഷണിക്കും. കർത്താവിന് മഹത്വം. നമ്മുടെ സഭായുഗാനന്തരം നമ്മുടെ PIP മീറ്റിംഗ് വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ നടക്കാനിടയായി. ഇതിൻ്റെ അധ്യക്ഷനായിരുന്ന ഡെബിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ വിചാരിച്ച ഡെബിൻ പ്രസംഗിച്ച് ചിലപ്പോൾ സമയമൊക്കെ കൊണ്ടുപോകുമോ എന്ന് തോന്നിപ്പോയി പ്രസംഗം കണ്ടപ്പോൾ. കർത്താവ് സഹായിക്കട്ടെ. നമ്മുടെ വൈസ് പ്രസിഡൻ്റ് ഫാമിലി സോങ് വളരെ നന്നായിരുന്നു. അപ്പോൾ ഇനി തുടക്കത്തിൽ ഞാൻ പറഞ്ഞു പാസ്റ്റർ ആൻഡ് ഫാമിലിയെ വിളിക്കരുത്, വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ ഓർഡറായിട്ട് വരേണ്ടതുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ട് അതനുസരിച്ച് അടുത്ത ഫാമിലി ഏതാണെന്നുള്ളത് നേരത്തെ അറിയാമല്ലോ. അപ്പോൾ അങ്ങനെ വരും ഇനി കാര്യങ്ങൾ. അതുപോലെ മക്കളെ, നമ്മുടെ വില്ലന്മാരൊക്കെ നല്ല കഴിവുള്ളവരാണ്. അവന്മാരുടെയൊക്കെ പാട്ട് എന്തുമായിരുന്നു? സമ്മാനം മേടിച്ചു അങ്ങോട്ട് പോയെന്തോ ഒരുത്തനുണ്ടായിരുന്നല്ലോ. എബിൻ. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഇച്ചിരി കുസൃതിയൊക്കെ കാണിച്ചാലും അവന്മാരും നല്ലവരാ, നല്ല കഴിവുള്ളവരാ, നന്നായിട്ടൊക്കെ പാടുന്ന കേട്ടില്ലയോ? ചിലതൊന്നും തിരിഞ്ഞില്ലേലും എന്ത് മനോഹരമായ പാട്ടായിരുന്നു. ദൈവം നമ്മുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രോഗ്രാംസ് എല്ലാം വളരെ നന്നായിരുന്നു. പ്രത്യേക അഭിനന്ദനമുണ്ട്. നമുക്ക് ഒരു നിമിഷകവി നമ്മുടെ നടുവിലുള്ളതൊരു ഭയങ്കര ഇതാണ്. ജിനു തന്നെത്താൻ എഴുതിയ പാട്ടുകളാണ്. അവൻ പാടിയ പാട്ടിൻ്റെ വരികളൊക്കെ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. ഭാവി പ്രത്യാശയെ ഉണർത്തുന്ന ആഗ്രഹങ്ങളും താല്പര്യങ്ങളും ഒക്കെ ഉൾക്കൊണ്ട വരികളായിരുന്നു ആ പാട്ട്. അപ്പോൾ ഇതെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവം അവന് കൊടുത്തിരിക്കുന്ന കഴിവിനായി സ്തോത്രം. ഓരോ സഭകളിലും ഓരോ കവിമാർ കാണും. മുൻപിരുന്ന സഭകളിലൊക്കെ ഓരോ കവിമാരുണ്ടായിരുന്നു. ഇവിടെയും അങ്ങനെ ഒരു കവിയെ കണ്ടതിൽ സന്തോഷമുണ്ട്. ജിനുമോൻ അത് കരടിച്ചായിട്ട് നന്നായിട്ട് അമ്മേ കർത്താവ് അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കായും സ്തോത്രം. നമ്മുടെ PIP സെക്രട്ടറി ഓർപ്പിച്ചല്ലോ, കർത്താവ് അനുവദിച്ചാൽ നമ്മുടെ സുവിശേഷ പ്രോഗ്രാംസ് മുറ്റത്ത് കൺവെൻഷന് ക്രിസ്മസിൻ്റെ 2 ദിവസം മുൻപ് നടക്കുന്ന നമ്മുടെ ആ പരസ്യ സുവിശേഷ യാത്ര പ്രത്യേകം അതെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുകയും യാതൊരു തടസ്സങ്ങളുണ്ടാകാതെ അതിലൂടെയൊക്കെ കർത്താവിൻ്റെ നാമം മഹിമപ്പെടാൻ ചിലരുടെ രക്ഷയ്ക്കത് കാരണമായി തീരുവാൻ പ്രാർത്ഥിക്കുക, ഉത്സാഹിക്കുക, സഹകരിക്കുക. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുക. എല്ലാവരും ശ്രദ്ധിച്ചാട്ട് ശബ്ദമായിരുന്നാട്ട് നമ്മുടെ സഭാ കൂടിവരവുകൾ എല്ലാവരും ആത്മാർത്ഥമായി സഹകരിക്കുക. ഇത്രത്തോളം ദൈവം നമ്മെ സഹായിച്ചതുകൊണ്ട് കരങ്ങൾ ഉയർത്തിയൊന്ന് സ്തോത്രം ചെയ്താട്ട്. സ്തോത്രം, സ്തോത്രം. ഞങ്ങളുടെ സ്വർഗീയ പിതാവാം ദൈവമേ, അവിടുത്തെ വലിയ സാന്നിധ്യം ഇത്രത്തോളം ഞങ്ങളോട് കൂടെ ഇരുന്നു. സഭായോഗാനന്തരം PIP മീറ്റിംഗായി കൂടുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. അധ്യക്ഷത വഹിപ്പാൻ നിൻ്റെ മകനെ ബലപ്പെടുത്തിയതുകൊണ്ട് സ്തോത്രം. പ്രോഗ്രാം നിർവഹിച്ച ഓരോരുത്തരെയും പേരുപേരായി ഓർക്കുന്നു. പ്രത്യേകിച്ച് പ്രിയ കർത്താവെ, ഞങ്ങളുടെ താലന്ത് ടെസ്റ്റിലെ ഞങ്ങളുടെ PIPക്ക് ദൈവം കൊടുത്ത ആ വിജയത്തിനായി സ്തോത്രം. അതിൽ അറ്റൻഡ് ചെയ്ത എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ പ്രയത്നം ആമേൻ ദൈവനാമ മഹത്വത്തിന് പിന്നെയും പ്രയോജനപ്പെടുവാൻ കർത്താവ് ഇടയാക്കണം. നടക്കേണ്ട ആ പരസ്യ പ്രവർത്തനങ്ങൾക്കായി ഒക്കെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. 22, 23 തീയതികളിൽ നടക്കേണ്ട ആ പ്രോഗ്രാംസ് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ കർത്താവ് സഹായിക്കണം. ഇത്രത്തോളം അങ്ങയുടെ സാന്നിധ്യം കൂടെ ഇരുന്നത് കൊണ്ട് സ്തോത്രം. സഭയായി ഞങ്ങളുടെ പുത്രിയാസങ്ങളുടെ പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കണം. സഭാപ്രവർത്തനങ്ങളെ സഹായിക്കും. സമാധാനത്തോടയക്കും. തബൽ കാണുവോളം കൃപയിൽ ഞങ്ങളെ സൂക്ഷിക്കും. യേശു കർത്താവിൻ്റെ നാമത്തിൽ പിതാവേ പ്രാർത്ഥന കേൾക്കുമാറാകണമേ.
സ്തോത്ര കാഴ്ചയ്ക്കായിക്കൂടെ കരങ്ങൾ ഉയർത്തിയൊന്ന് സ്തോത്രം ചെയ്താട്ട് സ്തോത്രം സ്തോത്രം. പിതൃത്വ പരിശുദ്ധാത്മത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ കൂട്ടായ്മയ്ക്കാവലും നാം ഓർത്ത് പ്രാർത്ഥിച്ച ആ സമസ്ത വിഷയങ്ങളോട് ഭവനങ്ങളിലേക്ക് കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരോട് ഓൺലൈൻ ഈ ശുശ്രൂഷ സംബന്ധിക്കുന്ന ഏവരോടും ഇന്നു മുതൽ എന്നേക്കും കർത്താവിൻ്റെ മടങ്ങി വരവരുണ്ടായിരിക്കുമാറാകട്ടെ. ക്രിസ്തുയേശു മൂലം ഈ പകൽ നമുക്ക് ജയം നൽകിയ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വരണമേ.